ദുബായിലെ ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസം. ഊദ് മേത്ത അൽ അസായൽ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാന മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ മേഖലയിലെ യാത്രാസമയം 20 മിനിറ്റിൽ നിന്ന് വെറും 5 മിനിറ്റായി കുറയും. ഓഗസ്റ്റ് അവസാനത്തോടെ 2 തുരങ്കങ്ങളും മറ്റൊരു മേൽപ്പാലവും കൂടി തുറന്നു നൽകുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. അൽ ഖൈൽ റോഡിൽ നിന്ന് അൽ അസൈൻ സ്ട്രീറ്റിലേക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കായി 3 വരികളുള്ള പ്രധാന മേൽപ്പാലമാണ് RTA തുറന്നുകൊടുത്തത്. മണിക്കൂറിൽ 3600 വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഈ പാലം. ഇതോടെ ഊദ് മേത്ത സ്ട്രീറ്റിലെ റോഡ് ശേഷി 50% വർദ്ധിക്കും. പദ്ധതിയുടെ ഭാഗമായുള്ള 2 പുതിയ തുരങ്കങ്ങളും 1 മേൽപ്പാലവും ഓഗസ്റ്റ് അവസാനത്തോടെ പൂർണ്ണമായും സജ്ജമാകും. ബർദുബായിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കും ദുബായ് അൽ ഐൻ റോഡിൽ നിന്ന് അൽ വസൽ ക്ലബ് സ്ട്രീറ്റിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കും ഈ തുരങ്കങ്ങൾ ഏറെ പ്രയോജനം ചെയ്യും. അൽ അസൈൽ സ്ട്രീറ്റിൽ നിന്ന് ഊദ് മേത്ത സ്ട്രീറ്റിലേക്ക് തിരിയുന്ന വാഹനങ്ങൾക്കായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മൊത്തം 4.3 കിലോമീറ്റർ നീളമുള്ള പാലങ്ങളും 2 തുരങ്കങ്ങളും 14 കിലോമീറ്റർ വരുന്ന റോഡുകളുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാബീൽ, അൽ ജദ്ദാഫ്, ഊദ് മേത്ത, ഉമ്മു ഹുറൈൻ, ലത്തീഫ ഹോസ്പിറ്റൽ, അൽ വസൽ ക്ലബ് എന്നീ മേഖലകളിലെ യാത്രാ ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ പരിഹാരമാകും. 2030ഓടെ 4,20,000-ലധികം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് RTA ഈ റോഡ് വികസനം പൂർത്തിയാക്കുന്നത്. മുൻപ് ജനുവരി-മാർച്ച് മാസങ്ങളിലായി 2 പാലങ്ങൾ പദ്ധതിയുടെ ഭാഗമായി തുറന്നുകൊടുത്തിരുന്നു. യാത്രാസമയത്തിൽ 75% കുറവുണ്ടാക്കുന്ന ഈ വൻ വികസന പദ്ധതി മേഖലയിലെ ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസമാകും. റിപ്പോർട്ടർ, ദുബായ്.